2007 സെപ്റ്റംബറിലായിരുന്നു നാടിന് നടുക്കിയ ആ ദുരന്തം. പന്നിയാർ വാൽ ഹൌസിൽ നിന്ന് പവർ ഹൌസിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ 2 ഒരെണ്ണം പൊട്ടിയത് വൻ ദുരന്തമുണ്ടായി. പന്നിയാർ, ചെങ്കുളം, നേര്യമംഗലം പവർ ഹൌസുകളിൽ ജോലി ചെയ്തിരുന്ന 8 പേർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. നരകക്കാനം സ്വദേശി ജെയ്സണിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പെൻസ്റ്റോക്ക് പൊട്ടിയതും തുടർന്നുണ്ടായ ദുരന്തത്തിനും ദൃക്സാക്ഷിയായ KSEB ജീവനക്കാരൻ ചന്ദ്രൻ കൈമളിന് എല്ലാം ഇന്നലെ നടന്നതുപോലെ ഓർമ്മയിലുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4:40 സമയത്തോടുകൂടി ഞാൻ താമസിച്ചിരുന്നത് വെള്ളത്തോലിൽ പന്നിയാർ പവർ ഹൗസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. KSEB തന്നെ വക കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഇങ്ങനെ ഒരു മുഴക്കം, തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു മുഴക്കം കേൾക്കുകയും അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് പുറത്തിറങ്ങി നോക്കുകയും ചെയ്തപ്പോൾ ഈ പന്നിയാറിൻ്റെ പെൻസ്റ്റോക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഗോള രൂപത്തിൽ വെള്ളം പൊങ്ങുന്നതായിട്ട് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ പന്നിയാർ പവർ ഹൗസിൽ 10 വർഷത്തോളം ജോലി ചെയ്ത് എക്സിക്യൂട്ടീവ് ഭാഗത്ത് ജോലി ചെയ്തായത് കാരണവും ആ പന്നിയാറിൻ്റെ പെൻസ്റ്റോക്കിനെ സംബന്ധിച്ചും ഇൻടേക്കിനെ സംബന്ധിച്ചും വാൽവ് ഹൗസിനെ സംബന്ധിച്ച് ഏകദേശ ധാരണയുള്ളത് കൊണ്ടും ഞാൻ അന്നേരം തന്നെ പന്നിയാറിലേക്ക് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പന്നിയാർ പെൻസ്റ്റോക്കിന്റെ ചോർച്ച വർദ്ധിച്ചതോടെ പൊന്മുടി അണക്കെട്ടിൽ നിന്നുള്ള ഇൻടേക്ക് ഷട്ടർ അടയ്ക്കാനുള്ള ശ്രമം പാളുകയായിരുന്നു. ഇൻടേക്കിനും വൈദ്യുതി നിലയത്തിനും ഇടയിലുള്ള വാൽവ് ഹൌസിലെ ബട്ടർഫ്ലൈ വാൽവ് അടയ്ക്കുന്നതിനായി വാൽവ് ഹൌസിലെത്തിയവർക്കാണ് ജീവൻ നഷ്ടമായത്. ആഴ്ചകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പലരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഒരു പെൻസ്റ്റോക്ക് ദുരന്തം ഇന്ത്യയിൽ പന്നിയാറിന് മുൻപും ശേഷവും ഉണ്ടായിട്ടില്ല. ന്യൂസ് മലയാളം, ഇടുക്കി.